അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ എടുത്തെഴുതുക. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എല്ലാ കഴിവുകളുടെയും ഉടമ. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിക്കാം. ഈസ അലൈഹിസ്സലാം, കറാമത്ത്, ഷിർക്ക്, അള്ളാഹു, ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ഇതിൽ നിന്നും ഒന്നാമത്തേതിനോട് യോജിച്ചത് അള്ളാഹു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കഴിവുകളുടെയും ഉടമ അള്ളാഹുവാണ്. അപ്പോൾ അവിടെ അള്ളാഹു എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തത് മരിച്ചവരെ ജീവിപ്പിക്കൽ. അതാരാണ്? ഈസ അലൈഹിസ്സലാമാണ്. അപ്പോൾ അവിടെ ഈസ അലൈഹിസ്സലാം എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അതിഗുരുതരമായ അതിക്രമം, ഷിർക്ക്. നാലാമത്തത് ഔലിയാക്കൾ. അപ്പോൾ ഔലിയാക്കൾ എന്നതിനോട് യോജിച്ചത് ഏതാണ്? കറാമത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കറാമത്ത് എന്നുള്ളത് എടുത്തെഴുതുക. അഞ്ചാമത്തത് തീ കുണ്ഠാരം. ഏതാണ് യോജിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 3 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി ഇടുക. ഒന്നാമത്തെ ചോദ്യം, ഈജിപ്തിലെ ഗവർണർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഏതാണ് ശരി? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് അൽ ഖുലഫാ ഉർ റാഷിദൂൻ 25, 10, 4. ഏതാണ്? എത്ര ആളുകളാണ് ഖുലഫാ ഉർ റാഷിദൂൻ? 4 ആളുകൾ അല്ലേ? അപ്പോൾ അവിടെ 4 എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. മുആദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. കഅബ, ഇസ്രാ മിഅ്റാജ്, ഖുർആൻ. ഏതാണ്? ഖുർആനാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് നൈൽ നദിക്ക് കത്തെഴുതി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. രണ്ടാമത്തെ ചോദ്യം, ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം, അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. മൂന്നാമത്തെ ചോദ്യം, ആരാണ് അംബിയ മുർസലുകൾ? ഉത്തരം, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. നാലാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം? ഉത്തരം, ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. അഞ്ചാമത്തെ ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. ഇനി നാലാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഷിർക്ക്. അപ്പോൾ ഷിർക്ക് എന്നുള്ളത് വ്യക്തമാക്കി എഴുതണം. നോക്കാം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം. അതിനാണ് എന്ത് പറയുക? ഷിർക്ക് എന്ന് പറയുക. രണ്ടാമത്തെ ചോദ്യം, മുഅ്ജിസത്ത്. എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുന്നതാണ്
പെടുത്താൻ അള്ളാഹു അവർക്ക്, ഒന്നുകൂടെ നോക്കാം, പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകിയ അസാധാരണ സംഭവങ്ങൾ, ഇതിനാണ് എന്ത് പറയുക? മുഅ്ജിസത്ത് എന്ന് പറയുക. മൂന്നാമത്തത് ഇജ്മാ, ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം, അതിനാണ് എന്ത് പറയുക? ഇജ്മാ എന്ന് പറയുക. നാലാമത്തത് റിദ്ദത്ത്, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ, ഇതിനാണ് എന്ത് പറയുക? റിദ്ദത്ത് എന്ന് പറയുക. അഞ്ചാമത്തത് ഐബ്. എന്താണ് ഐബ്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ, അതിനാണ് എന്ത് പറയുക? ഐബ് എന്ന് പറയുക. അഞ്ചാമത്തത് സാരം എഴുതുക എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ 2 എണ്ണത്തിനും സാരം എഴുതുക. ഒന്നാമത്തത് മൻ ആദ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്താണ് സാരം വരുന്നത്? എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത്തത് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അപ്പോൾ അതിൻ്റെ സാരം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷി ഇടപാട്. ഇനി ആറാമത്തതാണ് പൂരിപ്പിക്കുക. ഒന്നാമത്തത് വകുല്ലും ഫി ഫലക്കിൻ ഡാഷ്, അവിടെ എന്ത് വരും? യസ്ബഹൂൻ എന്ന് വരും. വകുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ. രണ്ടാമത്തത് ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി ഡാഷ് മുബീൻ, അപ്പോൾ അവിടെ അദുവുൻ എന്നാണ് വരിക. അപ്പോൾ പൂരിപ്പിച്ച് എഴുതുമ്പോൾ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവു മുബീൻ എന്ന് വരും. ഇനി ഏഴാമത്തത് എണ്ണം എഴുതുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ 6, 4, 10 ഏതാണ്? 4ആണ്. അപ്പോൾ അവിടെ 4 എന്നുള്ളത് എടുത്തെഴുതുക. രണ്ടാമത്തേത് സൂറത്തു മക്കിയ 114, 313, 86 എത്രയാണ്? 86. ഇനി സൂറത്തുൽ മദനിയ 82, 68, 28 എത്രയാണ്? 28. ഇനി അവസാനത്തെ ഭാഗം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. രണ്ടാമത്തത് തൗഹീദിൻ്റെ സൂറത്ത് അൽ ഇഖ്ലാസ്. 3 എത്ര വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം? 23. നാലാമത്തത് മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര്? പിശാച്. അഞ്ചാമത്തെ ചോദ്യം പ്രതിഫലം നൽകപ്പെടുന്ന ലോകം പരലോകം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.